is Sachin and welcome back to another video of this Python tutorial series. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തനകത്ത് എറേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പൈത്തണിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എറർ വരിക എന്നുള്ളത്. അപ്പോൾ എറേഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈത്തനകത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് നമുക്ക് പൈത്തൺ പറഞ്ഞു തരികയാണ് ബേസിക്കലി എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ എറേഴ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വരുമ്പോൾ അത് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും എറർ സോൾവ് ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മെയിനായിട്ട് വരുന്ന രണ്ട് ടൈപ്പാണ്. ഒന്ന് സിൻടാക്സ് എററും പിന്നെ വരുന്നതാണ് റൺ ടൈം എററും. അപ്പോൾ ഇതെന്താണ് ഇത് രണ്ടും എന്നുള്ളതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പൈത്തൺ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈത്തൺ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്തതിന് ശേഷം ഒരു ബൈനറി കോഡ് റെപ്രസെൻറ്റേഷനിലോട്ട് ആക്കിയിട്ട് ആ ബൈനറി കോഡിനെ ആയിരിക്കും നമ്മുടെ CPU എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ഈ ഒരു പൈത്തൺ പ്രോഗ്രാം നമ്മൾ എഴുതുമല്ലോ, ആ എഴുതുന്നതിന് ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ട്. അതിനെ നമ്മൾ സിൻടാക്സ് റൂൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിൻടാക്സ് റൂളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റൂൾസ് ഫോളോ ചെയ്യാതെ നമ്മൾ പൈത്തനകത്ത് കോഡ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിൻടാക്സ് എറർ വരും. ഓക്കെ, അത് ഈ കമ്പൈലേഷൻ ഫേസിൽ തന്നെ ഡിറ്റക്ട് ആവും. അതിനുശേഷം ഇൻ കേസ് നമ്മുടെ സിൻടാക്സ് എല്ലാം പക്കയാണ്, പക്ഷെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റൺ ടൈം എറർ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി രണ്ട് ടൈപ്പ് വരുന്ന എറേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ സിൻടാക്സ് എററിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇഫ് 5 > 2. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ ഒരു സംഭവം മിസ്സിംഗ് ആണ്. നമ്മുടെ ഫുൾ കോളൻ നമ്മൾ ഇട്ടിട്ടില്ല. ഓക്കെ, ഫുൾ കോളൻ ഇടാതെ ഞാൻ ഈ കോഡിനെ ഒന്ന് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നതെന്ന് നോക്കിയേ, കണ്ടില്ലേ, സിൻടാക്സ് എറർ ആണ് വരുന്നത്. എക്സ്പെക്ടഡ് സെമിക്കോളൻ, അത് എവിടെയാണ് ആ സെമിക്കോളൻ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് വരെ മാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ എറർ കാണിച്ചു തരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ ഒരു ഫുൾ കോളൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഫുൾ കോളൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ കോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൺ ടൈം എറർ. റൺ ടൈം എററിനകത്ത് വരുന്നൊരു എക്സാമ്പിൾ ആണ് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞൊരു എറർ ഉണ്ട്. അതായത് നമ്മളൊരു ഇൻഡിജർ നമ്പറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് റൺ ടൈം എറർ ആണ്. അതിനകത്ത് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് 0 ഡിവിഷൻ എറർ, അല്ലെങ്കിൽ ആ ഒരു എക്സെപ്ഷൻ ആണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. ഇത് മാറ്റിയിട്ട് 2 എന്നോ അല്ലെങ്കിൽ 0 അല്ലാത്ത ഏതെങ്കിലും ഒരു വാല്യൂ ഇവിടെ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നൊരു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ അത് പൈത്തൺ പ്രത്യേകിച്ച് നമുക്ക് എറർ ഒന്നും റേസ് ചെയ്ത് തരത്തില്ല. നമ്മൾ കോഡ് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ലോജിക്ക് തെറ്റി പോകുന്നതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്ത ലോജിക്ക് തെറ്റാണ്. ഓക്കെ, ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട്, കൗണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആവറേജ് ആണ്. ഓക്കെ, നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്, ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ആവറേജ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആവറേജ് എന്ന് പറയുന്നത് തെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. ആവറേജ് 45 എന്നുള്ള രീതിയിലായിരുന്നു കിട്ടേണ്ടത്, പക്ഷെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 180 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനെ മാറ്റിയിട്ട് ഡിവിഷൻ ഓപ്പറേഷൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 45 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ ഇതുപോലെ ലോജിക്കൽ എറേഴ്സ് ഒക്കെ നിങ്ങളുടെ കോഡിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഡ് വായിച്ച് നിങ്ങളുടെ കോഡിന്റെ ലോജിക്ക് തന്നെയാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ലോജിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്നൊരു എറർ ആണ് നെയിം എറർ എന്ന് പറയുന്നത്. ഓക്കെ, നെയിം എറർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈത്തനകത്ത് ഇതിനു മുന്നേ ഡിഫൈൻ ചെയ്യാത്ത ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നെയിം എറർ വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഏജ് അസൈൻ എന്ന് പറഞ്ഞിട്ട് 20 എന്ന് കൊടുത്തു. ഇനി ഈ കോഡിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമില്ലാതെ റൺ ആവും. പക്ഷെങ്കിൽ ഇൻ കേസ് നമ്മൾ ഏജ് എന്താണെന്നുള്ളത് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിലോ, ആ ഒരു കേസിലാണ് ഈ നെയിം എറർ വരുന്നത്. കണ്ടില്ലേ, നെയിം എറർ ഏജ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ എന്താണ് വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അതിനെയാണ് നെയിം എറർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എറർ ആണ് ടൈപ്പ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടൈപ്പ് എറർ? നിങ്ങൾ ഈ ഒരു കോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നം എന്ന് പറയുന്ന വേരിയബിളിൽ 10 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഏജ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തേക്കുന്നത്, ആ നമ്മിനെയും ടെക്സ്റ്റിനെയും കൂടെ ആഡ് ചെയ്ത് വെച്ചു. ഇവിടെ പ്രശ്നം എന്താണ്, സ്ട്രിങ്ങിനെയും ഇൻഡിജറിനെയും കൂടെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അത് നടക്കത്തില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ടൈപ്പ് എറർ വരുന്നത്, ആ ഒരു ടൈപ്പ് മിസ്മാച്ച് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ടൈപ്പ് എറർ അൺസപ്പോർട്ടഡ് ഓപ്പറൻഡ് ഫോർ അഡീഷൻ
ഇൻഡിജർ ആൻഡ് സ്ട്രിങ്, അതായത് ഇൻഡിജറും സ്ട്രിങ്ങും നമുക്ക് അഡീഷൻ ഓപ്പറേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ രണ്ടും സ്ട്രിങ് ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇൻ കേസ് ഞാൻ ഇത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ സ്ട്രിങ് കൺകാറ്റിനേഷൻ നടന്നേനെ, അതായത് രണ്ട് സ്ട്രിങ്ങിനെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് വന്നേനെ. ഓക്കെ, ഇനി അത് രണ്ടും ഇൻഡിജർ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇൻ കേസ് ഞാനിപ്പോൾ ഈ പറയുന്ന വേരിയബിളിലേക്ക് ഏജ് എന്ന് പറയുന്ന ആ ഒരു ഇത് മാറ്റിയിട്ട് 10 എന്ന് തന്നെ കൊടുത്തുന്നിരിക്കട്ടെ, അന്നേരം 20 എന്ന് പറഞ്ഞ ഔട്ട്പുട്ടും കിട്ടിയേനെ. പക്ഷേ അത് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആയതിന്റെ പേരിൽ അഡീഷൻ ഓപ്പറേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെയാണ് നമുക്ക് ടൈപ്പ് എറർ റേസ് ആയത്. ഓക്കെ, ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് എറർ ആണ് ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത്. ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത് നമ്മൾ ഐട്രേറ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റ് ഒക്കെ ഇല്ലേ, ആ ലിസ്റ്റിനകത്തൊക്കെ വരുന്ന ടൈപ്പ് എറർ ആണ് ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നൊരു ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റിനകത്ത് 2 ഐറ്റമേ ഉള്ളൂ. ആ 2 ഐറ്റമേ ഉള്ളെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ ഇൻഡെക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? 0 എന്ന് പറഞ്ഞൊരു ഇൻഡെക്സും 1 എന്ന് പറയുന്നൊരു ഇൻഡെക്സും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഞാനിവിടെ എന്താ ചെയ്തേക്കുന്നത്, ഫ്രൂട്ടിനകത്ത് 5th ഇൻഡെക്സിലുള്ള ആ ഒരു വാല്യൂ എന്താണോ അതിനെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. 5 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഇതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഇൻഡെക്സ് എറർ റേസ് ആവുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് കാണിക്കും ഇൻഡെക്സ് എറർ ലിസ്റ്റ് ഔട്ട് ഓഫ് റേഞ്ച്. ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാക്കുക ലിസ്റ്റിന്റെ പുറത്തേക്കാണ് പോയിരിക്കുന്നത്. ലിസ്റ്റിന്റെ ലെങ്തിനെ കാട്ടിലും അല്ലെങ്കിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡെക്സിനെ കാട്ടിലും കൂടി ഒരു ഇൻഡെക്സ് ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഔട്ട് ഓഫ് റേഞ്ചിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഇൻഡെക്സ് എറർ റേസ് ആവുന്നത്. ഓക്കെ, പിന്നീട് ഈ ഡിക്ഷണറി പോലുള്ള ഡാറ്റാ സ്ട്രക്ചറിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് എറർ ആണ് കീ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കീ എറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഡിക്ഷണറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നെയിം എന്ന് പറയുന്നൊരു കീ, ആലീസ് എന്ന് പറയുന്നൊരു വാല്യൂ, ഏജ് 20 എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കീ വാല്യൂ പെയർസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് നോക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, സ്റ്റുഡന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഗ്രേഡിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഗ്രേഡ് എന്ന് പറഞ്ഞൊരു കീ ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് കീ എറർ ആയിരിക്കും റേസ് ചെയ്യുന്നത്. കണ്ടില്ലേ, കീ എറർ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കീ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കൃത്യമായിട്ട് ആ എററിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ കീ മാറ്റിയിട്ട് വേറൊരു കീ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കീക്ക് കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് എറർ ആണ് ആട്രിബ്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആട്രിബ്യൂട്ട് എറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇങ്ങനെ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ലിസ്റ്റിനകത്ത് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഈ അപ്പൻഡ് ഞാനൊരു സ്ട്രിങ്ങിനകത്ത് കയറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സ്ട്രിങ്ങിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ കേസിലാണ് ഈ ആട്രിബ്യൂട്ട് എറർ വരുന്നത്. അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്, സ്ട്രിങ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഹാസ് നോ ആട്രിബ്യൂട്ട് അപ്പൻഡ് എന്നത്. അപ്പോൾ ഇതേ സമയം ഇതൊരു ലിസ്റ്റ് ആയിരുന്നെങ്കിലോ, ലിസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ അതിന് അപ്പൻഡ് ഉണ്ട്, അതുകൊണ്ട് അത് കൃത്യമായിട്ട് എറർ ഒന്നും ഇല്ലാതെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആട്രിബ്യൂട്ട് എറർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് പൈത്തനകത്ത് മിക്കവാറും നമ്മൾ വരുത്തുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഇൻഡന്റേഷൻ എറർ എന്ന് പറയുന്നത്. ഈ ഇൻഡന്റേഷൻ എറർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ചില സ്ഥലങ്ങളുണ്ടല്ലോ കൃത്യമായിട്ടുള്ള സ്പേസിങ് ഫോളോ ചെയ്യേണ്ടത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഫിന്റെ അണ്ടറിൽ നമ്മൾ ഒരു ടാബ് സ്പേസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഡ് റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇൻഡന്റേഷൻ എറർ എക്സ്പെക്ടഡ് ആൻഡ് ഇൻഡന്റഡ് ബ്ലോക്ക് ആഫ്റ്റർ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓൺ ലൈൻ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിന് ശേഷം ഒരു ഇൻഡന്റഡ് ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻഡന്റേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു ഇൻഡന്റേഷൻ എറർ അവിടെ റേസ് അയക്കുന്നത്. ഇവിടെ ഇൻഡന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ആവും. ഇത് തന്നെ നമുക്ക് ഫംഗ്ഷൻസിനകത്ത് ഒക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് വരുന്ന ഒരു ടൈപ്പ് എറർ ആണ് ഇമ്പോർട്ട് എറർ എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ട് എറർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ മൊഡ്യൂൾസിനെ പറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് മാത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ഇങ്ങനെ ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ, നിങ്ങൾ യു എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വേർഡ് അതിനകത്തോട്ട് കയറ്റി, എക്സ്ട്രാ ആൽഫബറ്റ് അതിനകത്തോട്ട് കയറ്റി, അപ്പോൾ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ പേര് മാറിപ്പോയില്ലേ. ഇനി നിങ്ങൾ ഇതിനെ റൺ ചെയ്യാൻ നോക്കുമ്പോൾ കണ്ടില്ലേ, മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന എറർ വന്നിട്ടില്ലേ. ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന എറർ ആണ്. അതായത് അങ്ങനെ ഒരു മൊഡ്യൂളിനെ ഈ പൈത്തണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, ഇങ്ങനത്തെ എറേഴ്സ്, മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് എറർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആ ഒരു മൊഡ്യൂളിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നീട് വരുന്നൊരു ടൈപ്പാണ് ഈ വാല്യൂ എറർ എന്ന് പറയുന്നത്. ഈ വാല്യൂ എററിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇത് കണ്ടില്ലേ, നമ്മളൊരു നമ്പറിനെ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൃത്യമായിട്ട് നമ്മളൊരു ഡിജിറ്റ് തന്നെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇതിനകത്ത് സ്ട്രിങ് 2 എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ വരും. പക്ഷെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ ആൽഫബറ്റ്സ് തന്നെയാണ് പാസ് ചെയ്യുന്നതെങ്കിലോ, അവിടെയാണ് നമുക്ക് വാല്യൂ എറർ വരുന്നത്. അതായത് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ അല്ല നമ്മൾ അതിനകത്തേക്ക് പാസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ലേണിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.